ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ്. വൈകുന്നേരമൊക്കെ ബേക്കറി സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെറുപയറും പഴവും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. മധുരമൊക്കെ ഉള്ള നല്ല മധുരമൊക്കെ ഉള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യം ചെയ്യുക. ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലെ ചെറുപയർ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ 3 വിസിൽ വരെയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 ഉണ്ട ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് പാനി തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ശർക്കരയുടെ അളവിൽ നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ അത് നന്നായിട്ട് ശർക്കര അലിഞ്ഞ ശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. കറുത്ത ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ചെറുപഴമാണ്. ഒരു 3 എണ്ണം ഒക്കെ മതിയാവും. 3 ചെറുപഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായതിന് ശേഷം ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെയ്യൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണത് വരെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറുപഴം അരിഞ്ഞ് വച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറുപഴം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോ ഇൻഗ്രീഡിയൻസും പ്രത്യേകം ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. ഒന്നിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റാൻ പാടില്ല. ഓരോന്നും ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷമേ അടുത്തടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മധുരമുള്ള സ്നാക്ക് ആയത് കാരണം ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ശരിക്കും ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ചെറുപയറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇതൊന്ന് അബ്സോർബ് ചെയ്ത് ഈ ഒരു പാനി ഇതിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.